പ്രിയമുള്ള ഗുരുധർമ്മ പ്രചരണ സഭയുടെ സെക്രട്ടറി ശ്രീമദ് അസംഗാനന്ദ സ്വാമികൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സജ്ജനങ്ങളെ, ഈ ആദ്യം പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണ്ട കേട്ടോ. അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചെയ്ത കുഴപ്പമില്ല. കാരണം ഈ 12 മണി മുതൽ 1 മണി വരെയുള്ള സമയം 1 മണിക്കൂറല്ലേ കിട്ടുകയുള്ളൂ എന്ന് കരുതിയിട്ട് കുറച്ച് നേരത്തെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നടന്നല്ലോ എന്നുള്ള കാര്യം ആരും അറിയിക്കണ്ടല്ല എന്ന് വിചാരിച്ചാണ് അത് റെക്കോർഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞത്. 1 മണിക്കൂർ കൊണ്ട് ഈ തേവാര പതികങ്ങളെന്നും അതിലെ ഒരു പതികവും എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്തെന്നാൽ തേവാര പതികങ്ങളിൽ 1, 2, 3 പതികങ്ങളൊക്കെ കുറച്ചുകൂടെ അനായാസമായിട്ട് വലിയ പ്രയത്നമില്ലാതെ ചൊല്ലാൻ പറ്റുന്നതാണ്. ഈ 4ാമത്തെ പതികം അങ്ങനെ പെട്ടെന്ന് ചൊല്ലാൻ പറ്റില്ല. അതൊരു നേട്ടമാണ്. ഞാൻ പറയുന്നതാണ് ശരിയെന്ന് നിങ്ങൾ വിശ്വസിച്ചോളൂ. അപ്പം എനിക്കറിയാവുന്നതും നിങ്ങൾക്കറിഞ്ഞുകൂടാതിരിക്കുന്നതുമാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. അവിടെ ഞാൻ പറയുന്നത് തന്നെയാണ് പ്രമാണം. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു പ്രാസംഗികൻ്റെയും ക്ലാസ് എടുക്കുന്ന ആളുടെയൊക്കെ ഒരു രീതി എന്ന് പറയുന്നത്, വലിയ പണ്ഡിതനെന്ന് സ്വയം നടിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ പണ്ഡിതനാണെന്ന് അഭിനയിക്കുന്നതും ശ്രോതാക്കൾക്ക് മനസ്സിലാകാത്ത ഭാഷ അധികമായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പം ശ്രോതാക്കൾ വിചാരിക്കും, മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവർ വിചാരിക്കും, ഓഹ് എന്തൊരു ക്ലാസ്. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ എങ്കിലും ക്ലാസ് നല്ലതാണെന്ന് പറയും. മനസ്സിലാകാത്തത് കൊണ്ടാണ്. അപ്പം ഇവിടെ ഈ 4ാമത്തെ പതികം അങ്ങനെ അനായാസം ചൊല്ലാൻ പറ്റുന്നതല്ല. പിന്നെ ഈ ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത് കുറച്ച് വിശപ്പ് കൂടി വരുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതത്ര ദഹിക്കുമോ എന്നറിയില്ല. എന്നാൽ ഗുരുദേവന്റെ സംസ്കൃതത്തിലുള്ളതും മലയാളത്തിലുള്ളതുമായ കൃതികൾ നേരെ ചൊവ്വെ വായിച്ച് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഞങ്ങൾക്ക് ഈ തമിഴ് കൃതികൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പവുമല്ല. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. എന്നാൽ തമിഴിലും ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ കൃതികൾ എഴുതിയിട്ടുണ്ടല്ലോ. ഗുരുദേവൻ അത് വളരെ സ്വതസിദ്ധമായ, ഒരുപക്ഷെ മലയാളത്തിനേക്കാളും സംസ്കൃതത്തിനേക്കാളും സുഗമമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു ഭാഷയായിരുന്നു തമിഴ് എന്നുള്ളത് തമിഴ് കൃതികൾ പരിശോധിക്കുമ്പോൾ, വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സംസ്കൃത പഠനത്തിന് അല്പം പ്രയത്നം ആവശ്യമാണ് നമുക്ക്. എന്നാൽ തമിഴ് പഠിക്കുന്നതിന് നമുക്ക് വലിയ പ്രയത്നത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 തമിഴ് സിനിമ കണ്ടാൽ നമുക്ക് തമിഴൊക്കെ മനസ്സിലാവും. ഈ കുട്ടികളുടെ ക്യാമ്പ് നടക്കുന്ന സമയത്ത് ഞാൻ വലിയ തമിഴ് പണ്ഡിതനാണെന്നുള്ള നിലയിൽ എന്തെങ്കിലുമൊക്കെ തമിഴിൽ പറയുമ്പോൾ അതല്ല എങ്ങൾക്ക് തെരിയും എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ എല്ലാവരും കൈവെക്കുന്നുണ്ടാണ്. അപ്പോൾ അതെവിടുന്ന് പഠിച്ച് ആകെ ഞങ്ങൾ സിനിമ കാണുന്നതല്ലേ സ്വാമി, വളരെ ഈസി ആയിട്ട് പറയുന്നുണ്ട് തമിഴ് സിനിമ കാണുന്നതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ തമിഴ് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തമിഴ് നമ്മളുടെ ഈ മലയാള ഭാഷയിൽ സുപരിചിതമായ അനവധി പദങ്ങൾ മലയാള ഭാഷയിലുണ്ട് എന്നുള്ളതാണ്. കാരണം തമിഴിൽ നിന്നാണല്ലോ മലയാളം വന്നിട്ടുള്ളത്. സംസ്കൃതമൊക്കെ കൂടിക്കലർന്നൊരു ഭാഷയാണ് മലയാളം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ എല്ലാം പരിശോധിക്കുമ്പോൾ ശിവനുമായി ബന്ധപ്പെട്ട സാഹിത്യങ്ങൾ അല്ലെങ്കിൽ പുരാണങ്ങൾ ഒക്കെ കൂടുതലായിട്ട് കടന്നു വരുന്നത് കാണാം. സുബ്രഹ്മണ്യ കൃതിയിലും വിനായക സ്തുതിയിലും ഒക്കെ ദേവീസ്തുതിയിലുമൊക്കെ ശിവനെ സ്മരിക്കാതെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എവിടെയെങ്കിലുമൊക്കെ ശിവനെ സ്മരിക്കുന്നത് കാണാൻ കഴിയും. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ
സംസ്കൃത സാഹിത്യത്തിൽ കടന്നു വരാത്തത് ഒന്നാണ് ശൈവ തമിഴ് സാഹിത്യങ്ങൾ. ഉപനിഷത്തുക്കളിലും മഹാഭാരതത്തിലും രാമായണത്തിലും ഒന്നും അധികമായി പ്രതിപാദിച്ച് കാണാത്ത ഒന്നാണ് തമിഴ് സാഹിത്യം. എന്നാൽ ഇന്ത്യയിൽ വളരെയേറെ പ്രാചീനത അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നായിരുന്നു തമിഴ് സാഹിത്യം. തിരുക്കുറളും തിരുവാസകവും തുടങ്ങിയ പ്രസിദ്ധങ്ങളായ തമിഴ് കൃതികൾ ഇന്ത്യയുടെ ജീവനാഡിയായി നിലനിന്നിരുന്ന ഒന്നാണ്. അനാര്യമായ ദ്രാവിഡ സംസ്കൃതിയുടെ അടിത്തറ, ഒരുപക്ഷെ ഭാരതത്തിൻ്റെ ആത്മാവ് തന്നെ ഈ തമിഴ് സാഹിത്യങ്ങളിലൂടെയാണ് വിരിഞ്ഞ് വന്നത് എന്ന് പറയാൻ സാധിക്കും. ഞാൻ വായിച്ചിട്ടുള്ളത് സംസ്കൃത സാഹിത്യത്തെക്കാളുമൊക്കെ പഴക്കമേറിയതായിരുന്നു തമിഴ് സാഹിത്യമെന്നാണ്. അതുകൊണ്ട് തന്നെ തമിഴ് സാഹിത്യത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തിൽ ഇന്ന് നിലവിലിരിക്കുന്ന താന്ത്രിക, വൈദിക ആ പ്രമാണ ഗ്രന്ഥങ്ങൾക്കെല്ലാം അടിത്തറയായി നിൽക്കുന്നത് മുഴുവനും സംസ്കൃത ഗ്രന്ഥങ്ങളാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം താന്ത്രിക സാധനകളുടെ മുഴുവൻ എസൻസ് ഉള്ളത് തമിഴ് കൃതികളിലാണ്. അത് തിരുമൂല നായനാരുടെ തിരുമന്ത്രം എന്ന കൃതിയിലാണ് താന്ത്രിക സാധനങ്ങളെക്കുറിച്ച് വളരെ ഗഹനമായ ആഴത്തിൽ, ഒരുപക്ഷെ നമ്മുടെ ഗുരുദേവ കൃതികളിൽ കാണുന്ന കുണ്ടലിനി പാട്ട്, അതുപോലെ തന്നെ ശിവശതക ആരംഭത്തിൽ കന്നിവോട് തെക്ക് മുഖം തിരിഞ്ഞ് കല്ലാൽ തളലിലിരുന്നൊരു മൂർത്തി കാത്തുകൊള്ളുക എന്നുള്ള പദം, കല്ലാലിൻ കീഴേയിരുന്ന് ഓതിയ ഉണ്മയെല്ലാം പോതിത്താൻ ജ്ഞാനദിനകരന മോനാശിവൻ. ഏതാണ്ട് അതേ ട്രാൻസ്ലേഷൻ പോലെയാണ് കാണാൻ കഴിയുന്നത്. അത് തമിഴ് പല സിദ്ധന്മാരുടെ കൃതികളിലും ഇതേപോലെ തെക്ക് മുഖം തിരിഞ്ഞ് കല്ലാൽ തളലിലിരുന്നൊരു മൂർത്തിയായ ദക്ഷിണാമൂർത്തിയെ സ്തുതിക്കുന്ന ശ്ലോകങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അതിലൂടെയൊക്കെ വളരെ ബഹുദൂരം ഗുരു സഞ്ചരിച്ചിട്ടുണ്ട് ഉണ്ട് എന്നുള്ളത് സുവ്യക്തമാണ്. ഇവിടെ നടരാജനെ, ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള ശൈവ സാഹിത്യ വേദാന്തത്തിൻ്റെ ഒരു വിവരണമാണ് ഈ തേവാര പദികങ്ങളിലൂടെ. തേവാരം എന്ന പൂജ എന്നുള്ള ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ തമിഴിൽ. തേവാര പദികങ്ങൾ ശിവ പൂജയാണ് പ്രധാനമായിട്ട് വരുന്നത്. ശിവനോടുള്ള ഉപാസന, പ്രാർത്ഥന എന്നൊക്കെ ഈ തേവാരപ്പദ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നത് തേവാരപ്പദ്യങ്ങളും 100 എണ്ണം ഉണ്ടായിരുന്നിരിക്കണം. സ്വാനുഭവഗീതി, ദർശനമാല, ആത്മോപദേശ ശതകം, ശിവശതകം തുടങ്ങിയവയൊക്കെ 100 പദ്യങ്ങളായിരുന്നിരിക്കണം. കുറേയൊക്കെ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശിവന്റെ പഞ്ചാക്ഷരി മന്ത്രം ശിവായ നമഃ, ഓം നമ ശിവായ എന്ന് ശിവ ആഗമ ശാസ്ത്രത്തിൽ ചൊല്ലാറില്ലാറ്. മലയാളത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചൊല്ലുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഓം നമ ശിവായ എന്നുള്ള ഒരു മന്ത്ര ഉച്ചാരണം തെറ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയല്ല, ശിവായ നമ എന്നാണ്. ശിവനെ സ്തുതിക്കൂ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ ശിവായ നമ എന്നുള്ള ആ മന്ത്രം, അതിലെ ഓരോ മന്ത്രത്തിനും ഓരോ അക്ഷരത്തിനും പ്രത്യേകമായിട്ടുള്ള അർത്ഥം കൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ ശൈവ സിദ്ധാന്ത പ്രകാരമുള്ള അല്ലെങ്കിൽ ശൈവ സാഹിത്യം മുന്നോട്ട് വെക്കുന്ന സാധനാക്രമം വിവരിക്കുന്നത്. ചിദംബരത്തിൽ, അത് ഗുരുദേവ കൃതികളിൽ കാണാൻ കഴിയുന്നുണ്ട്. ചിദംബരം, ചിത്താകുന്ന അമ്പരം. എന്നാൽ തമിഴ്നാട്ടിലെ ഏതാണ്ട് മിക്ക പൗരാണികത അവകാശപ്പെടുന്ന ശൈവ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ
ചിദംബരം ഇവിടെയാണ് എന്ന് സൂചിപ്പിക്കുന്ന ചിത്രവേലകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. കൊത്ത് ശില്പവേലകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. ചിദംബരത്തിൽ തില്ലൈ സഭ എന്നും തമിഴിൽ പറയും. തില്ലൈ സഭ. തില്ലൈ സഭയിൽ നടക്കുന്ന ശിവന്റെ, നടരാജന്റെ നൃത്തത്തെ അല്ലെങ്കിൽ ആ നടനത്തെ ആസ്പദമാക്കിയാണ്, അതിന് അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ശൈവ സാഹിത്യം മുഴുവൻ വിരിഞ്ഞു വരുന്നത്. അത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ശിവനൃത്തത്തെ അതിനൊരു ആമുഖം പറയുകയാണ്. ഒരു 5 പ്രാമാണികമായ വശങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനുഗ്രഹം. ഈ 5 പ്രക്രിയകളിലൂടെ ശൈവ സിദ്ധാന്തം ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ, ഒരു സാധകനെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുകയാണ്. ശിവന്റെ താണ്ഡവ നൃത്തം ഉള്ളിൽ സംഭവിക്കണമെന്നാണ് അവർ പറയുന്നത്, ശൈവ സാഹിത്യം പറയുന്നത്. ഉള്ളിൽ നമ്മുടെ ഹൃദയാകാശത്തിൽ ചിദംബരനാഥന്റെ നടനം സംഭവിക്കണം. ഒന്ന് പ്രകൃതിയിലെ താണ്ഡവം, രണ്ടാമത് അറിവാകുന്ന താണ്ഡവം. ഇത് രണ്ടും ഇടകലർന്ന് ഉള്ളിൽ ആത്മാനുഭൂതിയായി മാറും എന്ന് ശൈവ സാഹിത്യം അവകാശപ്പെടുകയാണ്. വളരെ ക്രിയാത്മകമായി, വളരെ താല്പര്യത്തോടുകൂടി, വളരെയധികം അനുഭവങ്ങൾ നേടിയെടുത്തുകൊണ്ട് ഈ കൃതിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അതാണ് ശൈവ സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകത. അനേകം ഗ്രന്ഥങ്ങൾ തമിഴ് സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. തിരുമൂല നായനാർ, അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ ഗുരുദേവനെ പോലെ തന്നെ തമിഴ് സംസ്കൃതിയിൽ ജീവിച്ചിരുന്ന ഒരു സത്യദർശിയാണ് തിരുമൂല നായനാർ. അങ്ങനെ തിരുമൂലരുടെ തിരുമന്ദിരത്തിലെ തിരുക്കൂത്ത് ദർശനം എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെയാണ് തിരുക്കൂത്ത് ദർശനം. ഇത് നടക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. തിരുക്കൂത്ത് ദർശനം എന്നുള്ളത് നടക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് എന്നാണ് ശൈവ സിദ്ധാന്തം പറയുന്നത്. ഋഷിമാർ അല്ലെങ്കിൽ യോഗികൾ ആത്മ സാക്ഷാത്കാരത്തോട് ആത്മവിസ്മൃതിയിലാണ്ട് അലസന്മാരാകുന്നു എന്ന് പറയാണ്. ഇങ്ങനെയുള്ള അലസൻ വസിക്കുന്ന ഇടമാണ് ഹൃദയം. ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കുന്ന ഇടം. ചുമ്മാവിരിപ്പത് എന്ന് തമിഴിൽ പറയും. നീ ചുമ്മാ ഇരുന്നാൽ പോതും, നീ എതുമേ ചെയ്യ വേണ്ട. ചുമ്മാവിരിപ്പത് എന്ത കാലത്തിൽ എനക്ക് ചുമ്മാതെ ഇരിക്ക മുടിയും എന്നൊക്കെ തമിഴിൽ പറയും. വെറുതെ ഇരിക്കുക എന്ന്. ഉള്ളം ഉലയാതെ അലയാതെ അടങ്ങുന്ന ഇടം. ശിവനെ തമിഴിൽ ചുടലയാടി എന്ന് പറയും. ചുടലയിൽ ആടുന്നവൻ, ശ്മശാനവാസി. തമിഴിൽ മയാനം എന്നാണ് പറയുന്നത്. മയാനവാസിയാണ് ശിവൻ എന്ന് പറയും. ശ്മശാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഭൗതിക ദേഹം ദഹിപ്പിക്കുന്ന ഇടമല്ല തമിഴിൽ അല്ലെങ്കിൽ ശൈവ സിദ്ധാന്ത പ്രകാരം ശ്മശാനം, ചുടലപ്പറമ്പ് എന്ന് പറയുന്നത്. അത് അവിടുത്തെ ഭക്തന്മാരുടെ തരിശായി കിടക്കുന്ന ഹൃദയത്തെയാണ് ശ്മശാനം എന്ന് പറയുന്നത്. ശിവഭക്തന്മാരുടെ ഹൃദയത്തെ, അഹങ്കാരം, അഹംബോധം നശിച്ച ഇടം, അതാണ് ശ്മശാനം. അഹംബോധം, അഹങ്കാരം ഇല്ലാതാകുന്ന ഇടത്തിൽ അവൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അവനായിരിക്കും അവിടെ നടനമാടുന്നത്, ശിവനായിരിക്കും അവിടെ നൃത്തം ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ അഹങ്കാരമാകുന്ന ജീവൻ നശിക്കുന്ന ഇടത്തെയാണ് ശൈവ സാഹിത്യത്തിൽ ചുടലപ്പറമ്പ്, ശ്മശാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശിവനെ ശ്മശാനവാസി എന്ന് പറയുന്നത്. അഹങ്കാരമില്ലാത്തവന്റെ ഹൃദയത്തിൽ സദാ വസിക്കുന്നവൻ സദാശിവൻ
എന്നൊക്കെ തമിഴിൽ പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെല്ലാം തന്നെ ശ്മശാനത്തിൽ വസിക്കുന്നവരാണ്. ശ്മശാനത്തിൽ പോകാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ ശവം ദഹിപ്പിച്ച ഇടമാണ്, ഈ ഭൗതിക ശരീരം ദഹിപ്പിച്ച ഇടമാണ്. ഭൗതികതയുടെ പറ്റ് ചേർന്ന് നിൽക്കുന്ന ഈ ജീവൻ എന്ന അഹംബോധത്തെ നശിച്ച ഇടവും ശ്മശാനമെന്ന് പറയുന്നത് കൊണ്ട് ശ്മശാനമെന്ന് വെളിയിൽ നമ്മൾ പറയുന്നത് ശ്മശാനമേ അല്ല, അത് വെറുതെ ശവം ദഹിപ്പിക്കുന്ന ഇടം മാത്രമാണ്. ശരിക്കുള്ള ശ്മശാനം എന്ന് പറയുന്നത് ഭക്തന്മാരുടെ ഹൃദയത്തെയാണ് ശ്മശാനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ശ്മശാനമെന്ന് ഹൃദയത്തെ പറയാൻ കാരണം? അഹംബോധം, അഹങ്കാരം നശിച്ച ഇടമാണ് ചുടല. അതുകൊണ്ടാണ് ശിവനെ ചുടലയാടി എന്ന പേര് തന്നെ വരാൻ കാരണമെന്ന് ശൈവ സാഹിത്യം പറയുന്നത്. പതികം 4 നമ്മൾ പ്രവേശിക്കുകയാണ്. പതികം 1, 2, 3 ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഉറങ്ങരുതേ, ഉറങ്ങിക്കഴിഞ്ഞ് എനിക്ക് കാണാൻ പറ്റും പെട്ടെന്ന്. ഇനിയിപ്പം ഞാൻ ചോദിച്ച് മേടിച്ചതാണ്, ഈ കാലത്ത് തന്നെ ക്ലാസ് വേണമെന്ന്. അപ്പൊ അസംഗാനന്ദ സ്വാമി കരുണാപൂർവ്വം 1 മണിക്കൂർ മുമ്പ്, ഉച്ചയ്ക്ക് മുമ്പ് തന്നതാണ്. വേറൊന്നുമല്ല, ഉച്ച കഴിഞ്ഞ് ഈ 4ാമത്തെ പതിവൊക്കെ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങാൻ തുടങ്ങും. ഇന്നലെ സുഖീയനായിരുന്നെങ്കിൽ ഇന്ന് അതിനേക്കാൾ മനോഹരമായൊരു വസ്തുവാണ് 4 മണിക്ക് കിട്ടുന്നത്. എന്താണെന്നുള്ളൊരു ആകാംക്ഷ കാണുമല്ലേ? ഈ ആഹാരത്തിന്റെ കാര്യം പറയുമ്പോൾ ആകാംക്ഷ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അതെന്തായാലും ഞാൻ പറയുന്നില്ല, ആകാംക്ഷ അങ്ങനെ ഇരിക്കട്ടെ. അവിടെ ഡെസ്കിൽ വരുമ്പോൾ മാത്രം അറിഞ്ഞാൽ മതി അതെന്താണ് സ്വാമി, അതെന്താണ് എന്ന്. എന്നാൽ അടുത്ത ശൈവ സാഹിത്യത്തിൽ അല്ലെങ്കിൽ ശൈവ ദർശനത്തിൽ അല്ലെങ്കിൽ ഈ പതികം 4 എന്താണ് സ്വാമി ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു ആകാംക്ഷ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. 4 മണിക്കത്തെ പലഹാരം എന്താണെന്നുള്ള ആകാംക്ഷ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാകും. പക്ഷേ ഞാൻ കാലത്ത് അടുക്കളയിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. അപ്പം നിങ്ങൾ വിചാരിക്കും സ്വാമിക്ക് അതേ ഉള്ള പണി എന്ന് ചിലപ്പോൾ വിചാരിക്കാം. ഇന്നലെ ഞങ്ങൾ ഞാനും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ശിവ തീർത്ഥസ്വാമികളും കൂടെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരാൾ ഞങ്ങളുടെ പറ്റ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിൽ വന്ന് ക്ലാസ് കേൾക്കാൻ വന്ന ഒരാളാണ്. അതുകൂടെ പറയാതിരിക്കാൻ പറ്റില്ല. അതിന് ഞാൻ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കിയതാണെന്ന് കൂടെ നിങ്ങൾ വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം എൻ്റെ പുറയിലേക്ക് നിൽക്കുന്നുണ്ട്. കുറേ നേരം കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കണേ? കസേരയില്ലേ? കസേരയില്ല, അവിടെ പോയി ഇരിക്കാമല്ലോ, നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയാണല്ലോ ഇത് ഇട്ടിരിക്കുന്നത്. സ്വാമി എന്തിനാ ഇങ്ങോട്ട് നോക്കുന്നത്? സ്വാമി സ്റ്റേജിലേക്ക് നോക്കിയാൽ പോരെ എന്ന് അദ്ദേഹം എന്നെ ഉപദേശിച്ചു. അതാണ് നമ്മുടെ യോഗ്യത, നമ്മുടെ ക്വാളിറ്റി അതാണല്ല. സ്വാമിമാരെ ഉപദേശിക്കുക എന്നുള്ളത് പഠിതാക്കളുടെ ഒരു ക്വാളിറ്റിയും കൂടെ ഉണ്ട്. അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ലായ്മ നമ്മുടെ ഇടയിൽ ആർക്കും ഉണ്ടാകാൻ പാടില്ല. ആ പാവം മനുഷ്യൻ ഇതിനകത്ത് ഉണ്ടേലും ഇല്ലെങ്കിലും അത് ശരിയല്ല എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയണം. അങ്ങനെ നമ്മൾ ഇവിടെ പഠിക്കാൻ വന്നതാണ്, നമ്മൾ അറിയാൻ വന്നതാണ്, മനസ്സിലാക്കാൻ വന്നതാണ്. അപ്പം നമ്മളുടെ ഈ അഹങ്കാരമെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ നിസ്സങ്കോചം ശൂന്യമായ ഹൃദയത്തോട് അവന് വസിക്കാൻ ഇടം കൊടുത്തുകൊണ്ട് 4 മണിക്കത്തെ പലഹാരങ്ങളൊക്കെ മാറ്റിവെച്ച് ഉച്ച കഴിഞ്ഞുള്ള ഇന്നലത്തെ പോലെ 4, 5 പ്രഥമനൊന്നുമില്ല. ഞാൻ വിചാരിച്ചത് നിത്യചിന്മയി മാതാജിയുടെ കാലത്തെ പ്രഥമനും കഴിച്ച് അതിനുശേഷം മറ്റേ സാറിൻ്റെ ഒരു ഗോതമ്പ് പായസവും കഴിച്ചിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു പായസം മധുരം കൊണ്ട് തരുമ്പോൾ നിങ്ങൾക്ക് മത്ത് പിടിക്കും, തലയ്ക്ക് പിടിക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആ ക്ലാസ് ഇല്ലാതായത്. അതുകൊണ്ട് പിന്നെ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് പ്രശ്നമില്ല, എന്തെങ്കിലും പറയാമെന്ന് വിചാരിക്കുകയാണ്. പതികം 4 ശ്രദ്ധിക്കണം, പുസ്തകമുണ്ടെന്ന് വിചാരിക്കുന്നു. 3-4 ശ്ലോകങ്ങൾ, ഏതാണ്ട് 5 ശ്ലോകങ്ങൾ മാത്രമേ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അതൊക്കെ എടുക്കാനേ നമുക്ക് നേരവും ഉണ്ടായിരിക്കുകയുള്ളു. 10 ശ്ലോകം എഴുതിയിട്ടുണ്ടല്ലേ? അത് നല്ലതാണ്, പക്ഷെ നമുക്ക് ഇവിടെ നേരെയില്ല. എന്തായാലും അത് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഞാനിപ്പോൾ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴി, ക്ലാസ് എടുക്കാൻ വേണ്ടി നടന്നു വരുന്ന വഴി 2 മഹാഭക്തന്മാർ ഇത് വായിക്കുന്നത് കണ്ടു ഒരു സ്ഥലത്തിരുന്ന്. അപ്പൊ ഞാൻ അവരോട് തമാശയായിട്ട് പറഞ്ഞു, അവരിത് വായിച്ച് വിമ്മിഷ്ടപ്പെടുന്നത് ഞാൻ കണ്ട്. ഈ വളരെ പ്രയാസം വരുമ്പോൾ ഗദ്ഗതമുണ്ടാവില്ലേ, നമുക്ക് കരച്ചിൽ വരില്ല, പക്ഷെ ഒരു ശബ്ദം മാത്രമേ വരത്തുള്ളൂ. അത് ദുഃഖം ഹൃദയത്തിൽ തളം കെട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബിംബിഷ്ടമാണ് എന്ന് പറഞ്ഞ പോലെ 2 പേര് ഇന്ന് ബിംബിഷ്ടപ്പെടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അവരോട്, ആരാന്ന് പറയില്ല, അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ഇതിനകത്തുണ്ട് 2 പേര്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പറയുന്നത് തന്നെയാണ് അവിടെ പ്രമാണം, കാരണം ഇതാർക്കും അത്ര പെട്ടെന്ന് മനസ്സിലാകില്ലല്ലോ എന്ന്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. തരിജനം തിരുട്ടി തിരിചയങ്ങളറ്റ് തികമ്പരിയായി, തരിജനം തിരുട്ടി തിരിചയങ്ങളറ്റു തികമ്പരിയായി പര്യടനം ചെയ്യും പണ്ഡിതരുള്ളം പലി കൊടുത്തു തുരിചറ ചുട്ട് തത്വങ്ങളറ്റു
തനി മുതലായി കരിജനം കണ്ട കരൈ കണ്ടരൻ കുലദൈവമേ. പ്രയാസമുണ്ടാ? ഇതിലും വലുത് നമ്മൾ കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു. എന്ത് പ്രയാസം! പരിജനം തിരുട്ടി തിരിച്ചിയങ്കളറ്റു ദിഗംബരിയായി. അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ദിഗംബരൻ, അത് ദിഗംബരൻ എന്നുള്ളത് തമിഴിൽ അങ്ങനെ ഉച്ചരിക്കില്ല. ദിഗംബരൻ തീയാണ് അവിടെ ചേർക്കുക. നമ്മൾ ദാ ചേർക്കുന്നിടത്ത് അവിടെ തീ ചേർക്കുന്നതല്ലേ, അടുപ്പിലെ തീയല്ലേ, തകാരം തീ. തരിജനം തിരുട്ടി തിരിച്ചിയങ്കളറ്റു ദിഗംബരിയായി പര്യടനം ചെയ്യും പണ്ഡിതരുള്ളം പലികൊടുത്ത് തുരി ചറ ചുട്ട് തത്വങ്ങളറ്റു തനിമുതലായി കരിജനം കണ്ട കറൈ കണ്ടരൻ കുലദൈവമേ. മനസ്സിലായില്ല? വായിക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ. ഈ കഴിഞ്ഞ കുറെ ഈ നമ്മുടെ ഫ്ലഡ് കഴിഞ്ഞ് ആണെന്ന് തോന്നുന്നു നമ്മളുടെ ഗുരുവിൻ്റെ യതിപൂജ നടന്നത് അല്ലേ? ആ സമയത്ത് ഏതാണ്ട് രാത്രി 2 മണിയായപ്പം 2 മണിക്ക് മുമ്പ് അടിമാലിയിൽ നിന്ന് എനിക്കൊരു കോള് വന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയും, സ്വാമി ഞങ്ങൾ 60 പേര് അവിടെ വരുന്നുണ്ട്, ഇപ്പൊ പുറപ്പെടുകയാണ്. ഇപ്പൊ പുറപ്പെട്ടാൽ എന്തായാലും ഞങ്ങൾക്കൊരു 9 മണിയോടുകൂടി ശിവയിൽ എത്താൻ പറ്റും. അപ്പൊ ഞാൻ 9 ആയി 10 ആയി 11 ആയിട്ട് ഇവരെ കാണുന്നില്ല. ഞാൻ ഈ തമിഴ് പദികങ്ങളൊക്കെ ചൊല്ലുമ്പം അതിൻ്റെ ഉച്ചാരണം കൃത്യമായിട്ട് ചൊല്ലണം എന്നതുകൊണ്ട് ഞാനിത് പറയണം. ഈ നടന്നൊരു സംഭവമാണ്, പേടിക്കൊന്നും വേണ്ട. വളരെ ഇതെല്ലാം പറയുമ്പോൾ സ്വാമി എന്തോ വലിയ അപകട സൂചന നൽകുന്ന പോലെയാണെന്ന് വിചാരിക്കരുത്. ഈ 10 മണിക്ക് വരാമെന്ന് പറഞ്ഞവർ 12 മണിയായിട്ടും കാണാത്തപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ച്. അപ്പം അവർ പറഞ്ഞ്, സ്വാമി ഞങ്ങൾ അടിമാലിയിൽ നിന്ന് പുറപ്പെട്ട് കോതമംഗലത്ത് വരുന്നവരെ ഇച്ചിരി ഇറക്കവും ചുറ്റും വളവൊക്കെ ഉള്ളതാണ്. കോതമംഗലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിരപ്പായ റോഡാണ്, വളവുകളുണ്ടെങ്കിൽ. മറ്റേത് ഇറക്കവും കയറ്റവും ഒക്കെ ഇട്ട് വളഞ്ഞു വരുമ്പോൾ തലകറക്കം സംഭവിക്കാം. അങ്ങനെ തലകറങ്ങി നമ്മുടെ ഒരു ചേച്ചി ഛർദിക്കുകയുണ്ടായി. സ്വാമി ഛർദിലും ഈ 14 എന്താ ബന്ധമെന്ന് ചിന്തിക്കണ്ട. അപ്പൊ ഛർദിക്കുകയുണ്ടായി. അത് കോതമംഗലത്ത് വന്നപ്പോഴാണ് മനസ്സിലായത്, ഛർദിലിൻ്റെ കൂട്ടത്തിൽ വെപ്പ് വല്ലും താഴെ പോയി എന്ന് മനസ്സിലായത്. അത് തേടി പിന്നെയും പോയി 2 മണിക്കൂർ തിരിച്ച് വഴിയിൽ നിന്ന് കിട്ടി. ഭാഗ്യത്തിന് കാട്ടുമൃഗങ്ങൾ എടുത്തുകൊണ്ട് പോയി. ആവശ്യമില്ലാത്തതാണ്, കാട്ടുമൃഗങ്ങൾ കൊണ്ടുപോയി ഇത് തിന്ന് ചത്തുപോയാലേ അത്ര വിഷമുള്ളതാണല്ലോ. അപ്പൊ അതെന്തായാലും സംഭവിച്ചില്ല. അപ്പൊ ഇത് ചൊല്ലുമ്പോൾ സൂക്ഷിക്കണം, വെപ്പ് പോലുള്ളവരെ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എന്റെയും ചെറിയ ഒരു പല്ല് വെച്ച, പക്ഷെ ഇച്ചിരി പശ കൂടുതൽ ഒട്ടിച്ചിരിക്കുന്നുണ്ട്, അങ്ങനെ പെട്ടെന്ന് തെറിക്കത്തില്ല. അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ തരിജനം തിരുട്ടി, തരിജനം എന്ന് പറഞ്ഞാൽ മനസ്സിലായ ദർശനം. തമിഴല്ലേ, ഇതിങ്ങനെ വളച്ചു കെട്ടി പറയണോ നിങ്ങൾ ചിന്തിക്കണ്ട. തരിശനം എന്ന് പറഞ്ഞാൽ ദർശനം, കാഴ്ച. ദർശനം തിരുട്ട് തിരിചയം. തിരുട്ട് എന്ന് പറഞ്ഞാൽ കണ്ണ്. വേറൊരു അർത്ഥമുണ്ട്, മോഷ്ടിക്കുക, തിരുടൻ, കള്ളൻ. ഇവിടെ തിരുട്ട് എന്ന് പറഞ്ഞാൽ കാഴ്ച, തരിജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർശനം, തിരുട്ട് കണ്ണ്. തിരിചയം, തിരിചയം എന്ന് പറഞ്ഞാൽ ദൃശ്യം. അപ്പൊ കാഴ്ച, കണ്ണ്, ദൃശ്യം, അതാണ് തരിജനം തിരുട്ട് തിരിചയം. തരിജനം തിരുട്ട് തിരിചയം. ദർശനവും ദൃക്കും ദൃശ്യവും, കാഴ്ചയും കണ്ണും കാണപ്പെടുന്ന വസ്തു, അതാണ് തരിജനം തിരുട്ടി തിരിശ്യം. ഇത് 3 അറ്റ്, അതാണ് തരിശനം തിരുട്ടി തിരിചിയങ്കൾ അറ്റ്. ഇത് 3 അറ്റ്, ത്രിപുടി മുടിഞ്ഞ്, അത്രയേ ഉള്ളൂ. അതന്നെ ഈ 3 അറിവും അറിയപ്പെടുന്ന വസ്തുവും. എന്താ ഒന്ന് പറഞ്ഞ? അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും അറിവും. ഇത് 3 മറ്റ്, അതാണ് ഇവിടെ പറയുന്നത്. കാഴ്ചക്കാരനും കാഴ്ചയും കാണപ്പെടുന്ന വസ്തുവും, അതാണ് തിരിചിയങ്ങളറ്റു.
തരിജനം തിരുട്ടി തിരിജിയങ്കളറ്റ് തിഗംബരിയായി ദിഗംബരനായി ദിക്ക് അമ്പരമാക്കി. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനായതുകൊണ്ടാണ് ദിഗ് അമ്പരൻ എന്ന് പറയുന്നത്. അമ്പരം എന്ന് പറഞ്ഞ വസ്ത്രം, ദിക്കുകൾ അമ്പരമാക്കിയവൻ, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവൻ. ഈ ഇടം എന്ന് പറയുന്ന ഈ സ്പേസ് മുഴുവൻ അവനാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ ഗുരുദേവനോട് ആരോ ചോദിച്ചു, ഈ അനന്തൻ എന്ന് പറയുന്ന സർപ്പത്തിന്റെ പുറത്ത് ഭൂമി നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു വിഡ്ഢിത്തമല്ലേ എന്നുള്ള നിലയിൽ. അനന്തൻ എന്ന് പറയുന്ന പാമ്പിന്റെ പുറത്താണ് ഈ ഭൂമി നിൽക്കുന്നത് എന്ന് പറയുന്നത് വിഡ്ഢിത്തമല്ലേ? അപ്പൊ ഗുരുദേവൻ ചോദിച്ചു, അനന്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പ്. അതിനെ അനന്തമെന്ന് മനസ്സിലാക്കിക്കൂടെ? ഇൻഫിനിറ്റി, അനന്തം. ആ അനന്തം ആയ സ്പേസിൽ ഈ പ്രപഞ്ചം, ഈ ഭൂമി നിൽക്കുന്നു എന്നുള്ളത് എത്ര സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇതാണ് പുരാണ ഋഷിമാരെ നമ്മെ പല ഉപമകളിലൂടെ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് ദിക്ക് അമ്പരമാക്കി ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനാണ് ദിഗംബരൻ. അങ്ങനെ കാണലും കാണുന്നവനും കാണപ്പെടുന്ന വസ്തുവും, ദർശനം, ദൃഷ്ടാവ്, ദൃശ്യം, ഇങ്ങനെയുള്ള ഈ ത്രിപുടി അറ്റ് ദിഗംബരിയായി ദിഗംബരനായി ചുറ്റി നടക്കുന്ന, പര്യടനം ചെയ്യും, ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആത്മജ്ഞാനികളായ ഗുരുക്കന്മാരെ ഗുരുദേവൻ ശിവനോട് തന്നെ ഉപമിക്കുകയാണ്. ശൈവ സാഹിത്യത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ശിവൻ തന്നെയാണ് ശിവസിദ്ധന്മാർ. ശൈവ സാഹിത്യത്തിൽ ഇപ്പൊ പഴനിമല, ഈ പഴനിമലയിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭോഗരുടെ സമാധിയാണെന്ന് പറയും. ഭോഗർ എന്ന് പറയുന്ന സിദ്ധന്റെ. അപ്പൊ അങ്ങനെ തമിഴ് സാഹിത്യത്തിലെ സിദ്ധന്മാരെല്ലാം ശിവന് തുല്യമായിട്ടാണ് പറയുന്നത്. ശിവബോധ ഐക്യത്തിലേക്ക് വന്ന ശിവജ്ഞാനികളായ, ശിവനെ അറിഞ്ഞ, ശിവനെ സാക്ഷാത്കരിച്ച മഹാസിദ്ധന്മാർ, അങ്ങനെയുള്ള മഹാസിദ്ധന്മാരായിട്ടുള്ള ദിഗംബരന്മാരെ തമിഴ്നാട്ടിൽ ധാരാളമായിട്ട് കാണാൻ കഴിയും. അങ്ങനെ ആത്മസാക്ഷാത്കാരം ലഭിച്ച ശിവന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന, പര്യടനം ചെയ്യുന്ന പണ്ഡിതരുള്ളം ബലി കൊടുത്ത്, പണ്ഡിതർ, അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനികളായ സ്വരൂപികളായിട്ടുള്ള പണ്ഡിതന്മാർ ബലി കൊടുത്ത്, ജ്ഞാനികളുടെ ഹൃദയത്തെ ബലി കൊടുത്ത്, അവരുടെ അഹങ്കാരത്തെ ബലിയായി ആത്മാവിന് സമർപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പണ്ഡിതരുള്ളം. അങ്ങനെയുള്ള പണ്ഡിതന്മാരായിട്ടുള്ള, ജ്ഞാനികളായിട്ടുള്ള ശിവസിദ്ധന്മാർ ഉള്ളത്തെ ബലി കൊടുത്ത്, ഉള്ളം, ഹൃദയത്തെ, അഹങ്കാരം വസിക്കുന്ന ആ ഹൃദയത്തെ ബലിയായി സമർപ്പിച്ച്, ബലി കൊടുത്ത് തുരിചറ ചുട്ട്. തുരിചറ എന്ന് പറഞ്ഞാൽ പാപ ബുദ്ധി എന്നാണ് അർത്ഥം. പാപബുദ്ധി. തുരിചറ ചുട്ട്, പാപമാകുന്ന ബുദ്ധിയെ ഇല്ലാതാക്കി. തുരിചറ ചുട്ട് ഹൃദയത്തെ സമർപ്പിച്ച്, പാപമാകുന്ന അറ ദഹിപ്പിച്ച്, ആ കളങ്കക്കറ ഇല്ലാതാക്കി, തത്വങ്ങളറ്റ്, എല്ലാ തത്വങ്ങൾക്കും ഉപരിയായി. അവിടെ ഈ ശൈവ സിദ്ധാന്ത പ്രകാരം 36 തത്വങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. 36 തത്വങ്ങൾ. പഞ്ചഭൂതങ്ങൾ 5, ശബ്ദാദി തന്മാത്രകൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, അന്ധക്കരണങ്ങൾ 4, ഇന്ദ്രിയങ്ങൾ 5, കാലം മുതലായ തത്വങ്ങൾ 7, ശിവതത്വങ്ങൾ അങ്ങനെ 5. ഇങ്ങനെ 36 തത്വങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ 36 തത്വങ്ങളെക്കുറിച്ചും, തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് പറയണോ? അത് പറഞ്ഞു വെച്ച് കേട്ടിട്ട് എന്ത് നേടാനാണ്? എന്നാലും പറഞ്ഞേക്കാം. അറിയണമെന്നാണ് എന്നുണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്നതല്ല, പറയാം. ഇതൊക്കെ ഞാൻ ഈ നിങ്ങളുടെ പെട്ടെന്ന് ഉറക്കം തൂങ്ങുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചിലരൊക്കെ എന്നെ ഇങ്ങനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ ആരും കാണാതെ രഹസ്യത്തിൽ വിളിക്കുകയായിരിക്കും സ്വാമി എന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് ഈ 36 പറയണമെന്ന് വിചാരിച്ചത്. പഞ്ചഭൂതങ്ങൾ, ഭൂമി, ജലം, അഗ്നി,
വായു, ആകാശം. അത് നിങ്ങൾക്കറിയാമല്ലോ, പഞ്ചഭൂതങ്ങൾ. ശബ്ദാദി തന്മാത്രകൾ 5 ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. അങ്ങനെ ശബ്ദാദി തന്മാത്രകൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. ഇത് കർമ്മേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇപ്പൊ എത്രയായി? 5 5 10 5 15 5 15 ആയിട്ടുള്ളതൊക്കെ. അന്ധക്കരണങ്ങൾ 4, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. 15 5 15 4 19. കണക്കൂട്ടാൻ കൃത്യമായിട്ട് അറിയാല്ലേ? ജ്ഞാനേന്ദ്രിയങ്ങൾ 5, അതറിയാമല്ലോ. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, കാത്, പിന്നെ അത് 5 ഉള്ളു. കാലം മുതലായ തത്വങ്ങൾ. അതില് കാലം, നിയതി, കല, വിദ്യ, രാഗം, പുരുഷൻ, മായ, ഇങ്ങനെ 7 തത്വങ്ങൾ. കല, കാലം, നിയതി, കല, വിദ്യ, രാഗം, പുരുഷൻ, മായ, അങ്ങനെ 7 ശിവതത്വങ്ങൾ. ശുദ്ധവിദ്യ, ഈശ്വരൻ, സാഖ്യം, ബിന്ദു, നാദം. ഇതിനെയൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട്. പക്ഷെ ഇതാണ് 36 തത്വങ്ങൾ. ഈ 36 തത്വങ്ങളെയാണ് ഇവിടെ ഗുരു സൂചിപ്പിച്ചത് തത്വങ്ങളറ്റ്. ശൈവ സാഹിത്യത്തിലൂടെ, ശൈവ സിദ്ധാന്ത പ്രകാരം ഈശ്വരനിലേക്ക് അടുക്കുന്ന ഒരാള് ഇതെല്ലാം പഠിച്ചിരിക്കണമെന്നാണ്. ഇത് പഠിച്ചിട്ട് ഇതിനപ്പുറത്തേക്ക് സഞ്ചരിക്കും. അപ്പൊ ഇവിടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് തീർത്ത് തന്നെ മുന്നോട്ട് പോകണം. ഇത്രയും ശ്രദ്ധ ഒരു കാര്യത്തിൽ കൂടി ഉണ്ടാവണം. അതിവിടെ അസംഗാനന്ദ സ്വാമി പറയേണ്ടതായിരുന്നു, സ്വാമി പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഈ ആരംഭത്തിൽ, ക്ലാസിന്റെ ആരംഭത്തിൽ നമുക്ക് കൊടുക്കേണ്ട കുറച്ച് നിർദ്ദേശങ്ങൾ പരമപ്രധാനമായിട്ടുള്ളതാണ്. ഭക്ഷണം വേസ്റ്റാക്കാതിരിക്കുക എന്നുള്ളത്. കാലത്ത് ഞാൻ ചെല്ലുമ്പോഴും ഇഡലി 20 പേർക്ക് കഴിക്കാനുള്ള അവിടെ ഉണ്ട്. നിങ്ങളൊക്കെ തന്നെ ആയിരിക്കണം. ഉച്ചയ്ക്കും ഇതോടൊപ്പം അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ ഈ വിദ്യ പൂർണ്ണമാകില്ല. വിദ്യ എന്ന് പറയുന്നത് മനസ്സിൽ, തലയിൽ കൊണ്ടു നടക്കാനുള്ളതല്ല, ജീവിതത്തിലൂടെ പ്രകാശിപ്പിക്കാനുള്ളതും കൂടെ ആണല്ലോ. ഈ ഗുരുദേവന്റെ ഭക്ഷണക്രമത്തെ പറ്റി ചരിത്രത്തിൽ ആരും വിശദീകരിച്ചായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഗുരുദേവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂടെ ഇരുന്ന് കഴിക്കാനും അവിടെ നിന്ന് ഒരു പിടി കിട്ടിയെങ്കിൽ അത് വാങ്ങി കഴിക്കുവാനൊക്കെ അവസരം ലഭിച്ച സുഹൃതശാലികളെ കുറിച്ചൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ രമണ മഹർഷി ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്, ആ ഇല കടയിൽ നിന്ന് വാങ്ങിയതുപോലെ വെടിപ്പായിരിക്കുമെന്നാണ്. ആവശ്യത്തിന് മാത്രം വായിക്കുക, അത് വാങ്ങിച്ചത് കഴിക്കുക, ഒരു ചോറ് പോലും കളയരുത്. നമ്മുടെ ഈ തിരുക്കുറൾ എഴുതിയ ആരാന്നറിയാമോ? തിരുവള്ളുവർ തൻ്റെ മനൈവിയെ വീട്ടിക്ക് കൊണ്ടുവരുമ്പോൾ, പുരിഞ്ചിത തൻ്റെ പൊണ്ടാട്ടിയെ കല്യാണം செஞ்சு വീട്ടിക്ക് കൊണ്ടുവരുമ്പോൾ முதல்ல ഫസ്റ്റ് നാളിലെ ശമച്ച് പോട്ടാച്ച്, അതും പുരിഞ്ചിരിക്ക. ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് വിളമ്പുമ്പോൾ അദ്ദേഹം, ഈ തിരുവള്ളുവർ എന്നാ செஞ்ச, അദ്ദേഹം ഒരു പാത്രത്തിൽ കുറച്ച് തണ്ണി കൊണ്ടുവച്ചിട്ട് ഒരു നൂലും സൂചിയും കൂടെ കൊണ്ടവിടെ വെച്ചു. കുറെ നാളിന് ശേഷം ഒരിക്കൽ അദ്ദേഹത്തിന്റെ മനൈവി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണെന്ന് നിങ്ങൾ എന്നോട് പൊറുക്കണം, ഞാൻ കേട്ടത് തപ്പാ നിനക്ക കൂടാതെ എപ്പോഴും ഞാൻ കേൾക്കണമെന്ന് ആശപ്പെട്ടിരുന്നേ, நீங்க சாப்பாட்டுக்கு வரும்போதெல்லாம் ஒரு தமல தண்ணியும் இந்த ஊசி நூலும் எடுத்துட்டு வரும், அப்படியே எடுத்துட்டு போகுவேன், இது பயன்படுத்தி பார்த்தது இல்லை, ഇത് ഉപയോഗപ്പെടുത്തിയതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ പറഞ്ഞു, നീ വിളമ്പുമ്പോൾ ഒരു വറ്റ് താഴെ പോകുമോ എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ നീ ഒരിക്കൽ പോലും ഒരു വറ്റ് താഴെ കളയാതെയാണ് വിളമ്പിയത്.
ഞാൻ കഴിക്കുമ്പോഴും 1 മണി ചോറ് താഴെ പോകുമോ എന്ന് ഞാൻ വിചാരിച്ച് അതും പോയിട്ടില്ല. അഥവാ പോയാൽ എൻ്റെ ഊശിയാലെ കുത്തിയെടുത്ത് തണ്ണിയിൽ കഴുകി സാപ്പിടില്ല എന്ന് വെച്ചിട്ട് താൻ ഞാൻ ഇത് രണ്ടും എടുത്തിട്ട് വന്നത്. ഇതൊരു ജ്ഞാനിയുടെ ലൈഫ് വാഴ്ക്കൈ. മനസ്സിലായല്ലോ? അപ്പം ഈ 36 തത്വങ്ങളെ പറ്റി ചോദിച്ചത് കൊണ്ടാണ് ഇതുകൂടെ പറയേണ്ടി വന്നത്. നല്ലത്. അപ്പൊ ഒരു തമിഴ് സിദ്ധർ പാടലുകളിൽ 6 തത്വത്തപ്പുറത്തപ്പരം, 6 തത്വത്തപ്പുറത്തപ്പരം, കൂറാവ് ഉപദേശ കൂറിൽ ശിവപ്പരം, വേറായി വെളിപ്പെട്ട വേദപ്പകവനാർ, പേരാക ആനന്ദം പേറും പെരുകവേ. മറ്റൊരു തമിഴ് സിദ്ധന്റെ പാടലുകളാണ്. 6 തത്വത്തപ്പുറത്തപ്പരം, കൂറാവ് ഉപദേശക്കൂറിൽ ശിവപ്പരം, വേറായി വെളിപ്പെട്ട വേദപ്പകവനാർ, പേരാക ആനന്ദം പേരും പെരുകവേ. 36 തത്വങ്ങൾക്കപ്പുറം, അതാണ് 6 തത്വത്തപ്പുറത്തപ്പരം. 36 തത്വങ്ങൾക്ക് അപ്പുറം അപ്പരം, അതിനപ്പുറത്ത് നിൽക്കുന്ന ആ പരമ്പൊരുളിനെ കൂറാവ് ഉപദേശക്കൂറിൽ പറയാതെ പറഞ്ഞു തന്ന, ഗുരുവിനോടൊപ്പം ജീവിക്കുമ്പോൾ ഗുരുവിന്റെ ജീവിതത്തെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചത് കൊണ്ട് ഗുരു ഒരിക്കലും ഒരു മൊഴിയാലെ എൻ്റെ ഉള്ളത്തെ, എൻ്റെ കേൾവിക്ക്, എൻ്റെ ശ്രവണത്തിൽ കേൾക്കുന്ന മുറയിൽ ഒരു മൊഴി കൂടെ പറഞ്ഞതില്ല. അതാണ് കൂറാവ് ഉപദേശക്കൂറിൽ പറയാതെ പറഞ്ഞു തന്ന, ലൈഫിലൂടെ ജീവിച്ച് കാണിച്ചു തന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആ ശിവപ്പരം, അങ്ങനെയുള്ള ശിവപ്പരപ്പൊരുളിനെ വേറായി വെളിപ്പെട്ട വേദപ്പകവനാർ, ആ വേറായി വെളിപ്പെട്ട ശിവനിൽ നിന്നും വേറാണെന്ന് ഞാൻ വിചാരിച്ച വേദപകവനാർ, ആ വേദതത്വം എന്നത് ശിവനും അറിവും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ ഒന്നിനെ പേരാക ആനന്ദം പേരും പെരുകവേ, അങ്ങനെ ആ വസ്തു ഒന്നാണെന്നറിയുമ്പോൾ പേരാകെ സ്വയം ആനന്ദം അരുൾ നമ്മിലിങ്ങനെ വന്ന് നിറയുക തന്നെ ചെയ്യുമെന്ന് മറ്റൊരു ശിവസിദ്ധൻ പറയുകയാണ്. അങ്ങനെ തത്വങ്ങളറ്റ് തനി മുതലായി കേവല സ്വരൂപനായി തനിത്തങ്കമായി, നമ്മുടെ ആലൂക്കാസ് ജുവലറി പോലെയൊക്കെയാണ്, മുഴുവൻ പ്യുവർ ആണെന്നാണ് പറയുന്നത്. അതുപോലെ തനിത്തങ്കമായി, തനി മുതലായി, പൂർണ്ണനായി, കരിജനം കണ്ട, എല്ലായിടവും കരിജനം കണ്ട, എല്ലായിടവും സ്നേഹത്തെ, നന്മയെ ദർശിച്ച, അതാണ് കരിജനം കണ്ട, എല്ലായിടത്തും നിറഞ്ഞവനായി കണ്ട, കറൈ കണ്ടരൻ, കറ പാട്, അത് ആ മലയാള വാക്ക് തന്നെയാണ്. കറൈ കണ്ടരൻ, കറയെന്ന് പറഞ്ഞാൽ കറുത്ത പാട്, കണ്ഠത്തിലുള്ളവൻ, അതാണ് കറൈ കണ്ടവൻ. എത്ര നല്ല വേടാണല്ലേ. എൻ്റെ ഭഗവാനെ കറൈ കണ്ടവനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെന്ന് അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചേക്കരുതും. ഞാൻ ചിലപ്പോൾ മുരുക എന്ന പകരം കുമര എന്ന് ചെല്ലുമ്പോൾ ചിലർ ചോദിക്കും ഇതെന്താണ് സ്വാമി കുമര എന്നൊക്കെ വിളിക്കണേന്ന്. കുമരൻ എന്ന് പറഞ്ഞാൽ മുരുകനും തന്നെയാണ്. അപ്പൊ ഇവിടെ കരിജനം കണ്ട, എല്ലായിടവും സ്നേഹത്തെ ദർശിച്ച, വ്യക്തമായ ആത്മാവിനെ മാത്രം ദർശിച്ച ആര്? ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ, നേരത്തെ പറഞ്ഞ ജ്ഞാനികളായ പണ്ഡിതന്മാർ, എല്ലായിടത്തും ഈശ്വരനെ മാത്രം ദർശിച്ച കറൈകണ്ടർ, കണ്ടത്തിൽ കറയുള്ളവൻ, കണ്ടത്തിൽ കറുത്ത പാടുള്ളവൻ, എൻ കുലദൈവമേ, കണ്ടത്തിൽ നീല നിറമുള്ളവനായിട്ടുള്ള ശിവനാണ് എൻ്റെ കുലദൈവം, എൻ്റെ എല്ലാമായിരിക്കുന്ന ദൈവം എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് അഹങ്കാരം തെരിജനം തിരുട്ടി തിരിജിയങ്കളറ്റു ദിഗംബരിയായി പര്യടനം ചെയ്യും പണ്ഡിതരുള്ളം ബലികൊടുത്ത് തുരിചറ ചുട്ട് തത്വങ്ങളറ്റു തനി മുതലായി കരിജനം കണ്ട കറൈ കണ്ട എൻ കുലദൈവമേ, കറൈ കണ്ടർ എൻ കുലദൈവമേ, കറൈ കണ്ടർ, കഴുത്തിൽ കറയുള്ളവനായിട്ടുള്ള, നീല നിറമുള്ളവനായിട്ടുള്ള ശിവൻ എൻ്റെ കുലദൈവമാണ്. അപ്പൊ നമ്മുടെ അഹങ്കാരമാകുന്ന ഹൃദയത്തെ, ജീവനെ പരമ്പൊരുളിൽ ബലി കൊടുത്തിട്ട്
ത്രിപുടി അറ്റിട്ട് ദിക്കിനെ വസ്ത്രമാക്കിയവനായ ആത്മജ്ഞാനികളായിട്ടുള്ള പണ്ഡിതന്മാർ, ബ്രഹ്മജ്ഞാനികൾ അവരുടെ പാപമാകുന്ന അറയെ, ജീവത്വ ബുദ്ധിയെ ചുട്ടു ചമ്പലാക്കിയിട്ട് ലോകാനുവർത്തനം, ശാസ്ത്രാനുവർത്തനം, അതുപോലെ തന്നെ ശരീരാനുവർത്തനം എന്ന് പറയുന്ന ഈ 3 അനുകരണങ്ങളെയും ഉപേക്ഷിച്ച് നന്മയുടെ സ്വരൂപനായ ഉള്ളില് ശിവനെ മാത്രം സാക്ഷാത്കരിച്ച് ശിവമയമായി ജീവനും ശിവനും ഒന്നാണെന്നുള്ള ബോധത്തിലേക്ക് എത്തണമേ എന്നുള്ള ഒരു പ്രാർത്ഥന, എന്നൊരു അഭ്യർത്ഥനയാണ് ഈ 4-ാമത്തെ പദ്യത്തിലെ 1-ാമത്തെ ശ്ലോകം കൊണ്ട് ഗുരു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ രണ്ടാമതൊന്നും പറയാൻ പോകണമെന്നില്ല, മനസ്സിലായാലും ഇല്ലെങ്കിലും. ഇനി വെള്ളമൊക്കെ കിട്ടുന്നുണ്ടോ? ദാഹിക്കുന്നുണ്ടോ? എഴുന്നേറ്റ് പോകണമെന്ന് തോന്നുന്നുണ്ടോ? ഇനി അടുത്ത ശ്ലോകം, ഇടയ്ക്ക് എഴുന്നേറ്റ് പോകുന്നുണ്ടെങ്കിൽ കൈ പൊക്കണം. വെള്ളമൊക്കെ കൃത്യമായിട്ട് ആ സ്ഥലത്ത് തരും. ഇടയ്ക്ക് എഴുന്നേറ്റ് പോകണത് എനിക്കിഷ്ടമല്ല. എന്നെ അപമാനിക്കുന്നതായിട്ട് എനിക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയെങ്കിലും ഇവിടെ ഇരുന്നോണം, ക്ലാസ് ഇഷ്ടമായില്ലെങ്കിലും. കാരണം ഇടയ്ക്ക് എഴുന്നേറ്റ് പോകുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ പറയും, ഇല്ലെങ്കിൽ ഇന്നലെ അവിടെ ചാരിയുന്നവൻ ആരാണേലും അയാൾക്കിപ്പോൾ ബോധം ഉണ്ടായിക്കോണം ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ വിളിച്ച് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ പറയുന്നത്. 2-ാമത്തെ ശ്ലോകം, ആധാരചത്തിൽ പരിപൂർണത്തിൽ അജത് പ്രപഞ്ചം. ആധാരചത്തിൽ പരിപൂരണത്തിൽ അജത് പ്രപഞ്ച പാതാരികം പവിക്കുമപ്പച്ചം പിടിവിടാതെ. പല്ല് സൂക്ഷിച്ചോണേ. ആധാരചത്തിൽ പരിപൂരണത്തിൽ അജത് പ്രപഞ്ചം പാതാരികം പവിക്കുമപ്പച്ചം പിടിവിടാതെ നാദാപരയിൽ നടുനിன்ற നാത്തനഴുവി ആത്മബോധം കെടുത്തു പുനരുത്തിതി വിട്ടരൻ ദൈവമേ. ഈ തമിഴില് ഗുരുദേവന്റെ ചില കൃതികളില് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ചില വരികൾ ഗുരുദേവ കൃതികളിൽ കാണാൻ സാധിക്കും. ഈ 2-ാമത്തെ പദികത്തിൽ വരുന്നതാണ്, 5-ാമത്തെ ശ്ലോകത്തിൽ ഇവിടെ വരുന്നുണ്ട്. പുലനറ്റ് പൊറികളറ്റ് പരിപൂർണ ബോധം പുകണ്ട്ര പുത്തേൽ ഉലകറ്റ് ഉടലോട് ഉயிருള്ള മുടുങ്കും ഇടം കൊടു. ഇതൊരൊറ്റ വാക്കാണ്. എന്നുവെച്ചാൽ അതിൻ്റെ താല്പര്യം ഗ്രഹിക്കുന്ന ഒരാൾ ആ ക്ഷണത്തിൽ മുക്തനാവും. അത്ര വലിയൊരു ആശയത്തെ ഒരൊറ്റ വാക്കിൽ ഇങ്ങനെ ഒതുക്കിയിരിക്കുകയാണ്. അതാണ് ഈ തമിഴിന് അങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ട്. തമിഴില് ഏതൊരാളോടും, ഇപ്പൊ ഏതൊരു പെൺകുട്ടിയോടും, ഒരു 4 വയസ്സുള്ളൊരു കുട്ടിയോടും എന്നെ അമ്മ എന്ന് ചോദിക്കാം. അത് 10 വയസ്സും 11 വയസ്സും 12, 13, 15, 16, 20 ഒക്കെ വയസ്സായാലും എന്നമ്മ. അപ്പൊ അതുകൊണ്ട് വളരെ 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 സോഫ്റ്റായി വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. തമിഴിൽ മാത്രമാണ് അങ്ങനെയുള്ളത്. തമിഴ് സിനിമകളിലൊക്കെ തന്നെ ഇത്തരം വേദാന്ത ആശയങ്ങൾ വരുന്നുണ്ട്. അത് കണ്ണദാസന്റെയും ഭാരതിയാരുടെയൊക്കെ കൃതികളിൽ, കുമാരനാശാന്റെ പോലെ തന്നെ തമിഴ് സാഹിത്യത്തിലെ വലിയ കവികളാണ്. ഈ കവികളുടെയൊക്കെ, കുമാരനാശാന്റെ കൃതികളിലൊക്കെ ചില ആത്മീയമായ വശങ്ങൾ കാണാൻ കഴിയുന്ന പോലെ ഈ തമിഴിലും ഉണ്ട്. അപ്പൊ നൂലൊരുവൻ കയ്യിലെ 4 പേർ നടുവിലെ, നൂലൊരുവൻ കയ്യിലെ 4 പേർ നടുവിലെ, ഒരു பொம்மலாட்டம் நடக்குது அது ரொம்ப பெருமையாக இருக்குது. 4 பேர் நடுவிலே நூலொருவன் கையிலே ஒரு பொம்மலாட்டம் நடக்குது അത് ரொம்ப പെരുമയാക ഇരിക്കത്. ഒരാളുടെ കയ്യിലാണ് നൂല്. പാവകളിയെ കുറിച്ച് പറയുന്നു, പക്ഷെ അതിൽ വലിയൊരു അർത്ഥം വരുന്നുണ്ട്. ഒരാളുടെ കയ്യിലാണ്, ഇരൈവൻ കയ്യിലാണ് നമ്മളുടെ എല്ലാവരുടെയും ജീവന്റെ നൂല്. ഇരൈവൻ നമ്മളെ ഈ പാവയെ കളിപ്പിക്കുന്ന ഒരു ബൊമ്മലാട്ടം നടക്കുകയാണ്. 4 പേർ നടുവില്, കുറെ ആൾക്കാരുടെ മുന്നിൽ നമ്മൾ പാവയെ പോലെ ആടുകയാണ്. നൂല് അവന്റെ കയ്യിലാണ്, എപ്പ കണ്ടിച്ചു വിട്ടാലും പോകാം, അത്രേ ഉള്ളു. പക്ഷെ നമ്മളത് അറിയുന്നില്ല.
എത്ര മനോഹരമായ ഒരു ആശയമാണ് ആ ഒരു 4 വരികളിൽ വന്നിരിക്കുന്നത്. അതുപോലെയാണ് ഈ തമിഴിനും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആധാരജത്തിൽ പരിപൂരണത്തിൽ അജത് പ്രപഞ്ചം, ആധാരജത്തിൽ പരിപൂരണത്തിൽ അജൽ പ്രപഞ്ച പാതാരികം ഭവിക്കും. ആധാരജത്തിൽ അധിഷ്ഠാനമായ ചത്തിൽ, സത്തിൽ, അതാണ് ആധാരചത്ത്. അധിഷ്ഠാനമായ ആധാരമായ സത്തിൽ, സത്യസ്വരൂപത്തിൽ, അധിഷ്ഠാനമായ പരമ്പൊരുളിൽ, പരിപൂരണത്തിൽ പരിപൂർണതയിൽ, ആധാരസത്തിന്റെ അധിഷ്ഠാനമായ പരമാത്മാ സത്യത്തിന്റെ പരമ്പൊരുളിന്റെ അടിത്തറയിൽ, ആ പരിപൂർണതയിൽ, അതാണ് പരിപൂരണത്തിൽ അചൽ പ്രപഞ്ച പാതാരികം ഭവിക്കും. അസത്തായ പ്രപഞ്ചത്തിന്റെ ബാധയില്ലാത്ത സ്ഥിതി ഉണ്ടാകുമെന്നാണ്. അസത് പ്രപഞ്ച അചൽ പ്രപഞ്ച പാതാരികം ഭവിക്കും. അചൽ സത്തല്ലാത്ത, അസത്തായിട്ടുള്ള സത്തല്ലാത്ത പ്രപഞ്ചത്തിന്റെ സ്ഥിതി പിറക്കും എന്നാണ്. എന്നുവെച്ചാൽ ഈ ആധാരസത്തിൽ അധിഷ്ഠാനമായ സത്യദർശനം ഉണ്ടാകുന്നതോടുകൂടി ഈ മായാദർശനമാകുന്ന പ്രപഞ്ചമില്ലാതാകും. അങ്ങനെ അധിഷ്ഠാനമായ പരമസത്യത്തിൽ, പരിപൂർണതയിൽ, പരമാത്മ സാക്ഷാത്കാരത്തിൽ അസത്തായ പ്രപഞ്ചത്തിന്റെ സ്ഥിതി ഭവിക്കും. പ്രപഞ്ചം എന്ന അസത്തിന്റെ സത്ത അവിടെ ഇല്ലാതായി തീരുമെന്ന് പറയുകയാണ്. അതാണ് ആധാരജത്തിൽ പരിപൂരണത്തിൽ അജത് പ്രപഞ്ച പാതാരികം ഭവിക്കും. ഒരു മരം കൊണ്ടൊരു ആനയെ ഉണ്ടാക്കി വെച്ചേക്കാണ്. മരം കൊണ്ടൊരു ആനയെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ശിഷ്യനെ ഗുരു കൊണ്ടുവന്ന് കാണിക്കുകയാണ്, ആനയെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അപ്പൊ ശിഷ്യൻ പുതുതായിട്ട് വന്നാണ്, കൊച്ചു പയ്യനാണ്. അത് കണ്ടപ്പോൾ പെട്ടെന്നൊരു ഉണ്മയായ ശരിയായ ജീവനുള്ള ആനയെ പോലെ തോന്നുകയാണ്. അപ്പൊ ശിഷ്യൻ ഒരടി പിന്നോട്ട് മാറി. ഇത് യഥാർത്ഥത്തിലുള്ള ആനയാണ് എന്ന് കണ്ട് പേടിച്ച് പിന്നോട്ട് മാറുകയാണ്. അപ്പൊ ഗുരു ആ ആനയുടെ അടുത്ത് ചെന്ന് അതിനെ തടവിയൊക്കെ നോക്കിയിട്ട് ശിഷ്യനോട് പറയട്ടെ, ഇത് ആനയല്ല, ഇത് വെറും മരമാണ്. മരത്തിൻ മറയുന്നത് മാമതയാനൈ, മരത്താൽ മറയുന്നത് മാമതയാനൈ എന്നാണ്. മരം കണ്ടപ്പോൾ ആനയെ കണ്ടില്ല. അതാണ് മരത്തെ മറയുന്നത് മാമതയാനൈ. മരത്തെ ആദ്യം ശിഷ്യൻ അടുത്തേക്ക് വന്നപ്പോൾ ഒരു ആനയെ കണ്ട് ഞെട്ടി പിറകോട്ട് മാറി. അപ്പൊ ആനയാണ് കണ്ടത്. അതാണ് മരത്തെ മറയുന്നത് മാമതയാ. ആ മരത്തെ കണ്ടില്ല, ആനയെ കണ്ട് ഭയപ്പെട്ട് പിന്നോട്ട് മാറി. ഗുരു ചെന്നിട്ട് ഇതെല്ലാം തട്ടി ഒക്കെ പറഞ്ഞിട്ട്, ഇത് ആന അന്നല്ല, മരതാണ്. മരത്താൽ മറയുന്നത് മാമതയാനൈ. ഗുരു ശിഷ്യനോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ശിഷ്യന് മനസ്സിലായി ഇത് ആനയല്ല, മരമാണ്. ആദ്യം മരത്തെ കണ്ടില്ല, ആനയെ കണ്ടു. പിന്നെ ആനയെ കാണുകയും മരത്തെ കാണാതിരിക്കുകയും ചെയ്തപ്പോൾ അയാൾക്ക് ഭയമുണ്ടായി. ആന എന്നുള്ള സ്ഥലത്ത് വെറും മരം മാത്രമാണ് എന്ന് കണ്ടപ്പോൾ അയാളുടെ ഭയവും മാറി. ഗുരുദേവൻ ശിവലിംഗദാസ സ്വാമികളോട് പറഞ്ഞത് അങ്ങനെയാണ്. ഭയപ്പെട്ടു പോയി അല്ലേ, രണ്ടില്ലല്ലോ, ഉള്ളതൊന്നു മാത്രമല്ലേ ഉള്ളു. അതോടെ ഭയമുണ്ടാകുന്നത് എന്തുകൊണ്ടാ? തന്നിൽ നിന്ന് അന്യമല്ലാതെ കാണണം എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ മരത്തെ കാണാതെ ആനയെ കണ്ടപ്പോൾ ഭയമുണ്ടായി. അതാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് ആ മരത്തെ പാത്തപ്പോൾ, മരത്തെ കണ്ടപ്പോൾ ആനയില്ലാതായി, അത് മരം മാത്രമായി എന്ന് പറഞ്ഞതുപോലെ പരത്തെ പാർത്തപ്പോൾ, പരത്തെ മറയുന്നത് പാർമുതൽ ഭൂതം, പരത്താൽ മറയുന്നത് പാർമുതൽ ഭൂതമേ എന്നാണ് പട്ടിനത്ത് പിള്ളയാർ പറയുന്നതാണ്. പരത്തെ മറയുന്നത് പാർമുതൽ ഭൂതം, പരമമായ പൊരുളിനെ മറയുന്നത്, ഇല്ലാതാക്കിയ എന്താണ്? പാർമുതൽ ഭൂതമാണ്. പാർ എന്നുള്ളത് വാക്ക് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഗുരുദേവ കൃതികൾ? പാർ, ഭൂമി, പാർ മുതൽ ഭൂതം. എത്രയോ സ്ഥലത്ത് ഗുരുദേവ കൃതികൾ
പറ്റിൽ പാരടി പറ്റുന്നു, പല സ്ഥലത്തും ഗുരുദേവ കൃതികളിൽ വരുന്നുണ്ട് ഈ തമിഴ് വാക്ക്. പാർ, പാർ മുതൽ ഭൂമി, അപ്പ്, ആകാശം, ഇങ്ങനെയുള്ള ഈ പഞ്ചഭൂതങ്ങളെ കാണുന്ന സമയത്ത് പരത്തെ കണ്ടില്ല, ജഗദീശ്വരനെ കണ്ടില്ല. എപ്പോഴാണോ ജഗദീശ്വരനെ, ഈശ്വരനെ കണ്ടത്, ആ സമയത്ത് പഞ്ചഭൂതങ്ങളും ഇല്ലാതായി എന്നാണ്. എന്ന് പറഞ്ഞാല് ഒരു ശരിയായ വിഷൻ, ഒരു ശരിയായ ദർശനം നമ്മുടെ മുന്നിൽ ഗുരുദേവൻ അവതരിപ്പിക്കുകയാണ്. ഗുരുദേവനെ നമ്മൾ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അപകടമാണ് ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ ചിന്താശേഷി മുഴുവൻ നശിക്കുകയാണ്. വിശ്വസിച്ചാൽ എല്ലാം ഉണ്ടാവും. അത് വിശ്വാസം കൊണ്ടുണ്ടാകുന്ന ഒരു രക്ഷ മാത്രമാണ്. വിവേകം ഉണ്ടാകണമെങ്കിൽ ആ വിശ്വാസത്തിന്റെ സ്ഥാനത്ത് കണ്ണ് വെക്കണം. വിശ്വാസത്തിന് കണ്ണ് വെക്കുമ്പോഴാണ് ആത്മജ്ഞാനത്തിന്റെ ആരംഭം എന്ന് പറയും. വിശ്വാസിക്ക് കണ്ണ് വെക്കുന്ന സമയത്ത് ആത്മജ്ഞാനത്തിന്റെ ആരംഭമായി മാറുകയാണ്. വിശ്വാസി കണ്ണ് കെട്ടി നടക്കുന്നവനെ പോലെ അവൻ കണ്ണടച്ചിട്ട് ഇതാണെന്ന് പറയാം. എപ്പോഴാണോ കണ്ണ് തുറക്കുന്നത് അവിടെ വിശ്വാസം മരിക്കുകയും ആത്മജ്ഞാനം ആരംഭിക്കുകയും ചെയ്യും. ഗുരുദേവനെ അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ഗുരുദേവൻ പഠിപ്പിച്ച ഒരു കാഴ്ചയുണ്ട്, ഗുരുദേവൻ കാണാൻ പഠിപ്പിച്ച ഒരു ദാർശനികതയുണ്ട്. എന്ന് വെച്ചിട്ട് ഗുരുദേവനെ ദാർശനികമായ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഗുരുദേവന്റെ സ്നേഹം, അൻപ്, ദയ, കാരുണ്യം മുതലായ ഈ മനുഷ്യ സഹജമായ വികാരങ്ങൾ നമ്മളിൽ നിന്ന് ചിലപ്പോൾ കൊഴിഞ്ഞു പോകും. ഒരു ദാർശനികനായി മാത്രം ഗുരുദേവനെ കണ്ടു കഴിഞ്ഞാൽ അതും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അത്തരമൊരു കാഴ്ച നമ്മൾ കൊണ്ടുവരികയാണ് ഗുരു. ആധാരജത്തിൽ, അധിഷ്ഠാനമായ ബ്രഹ്മത്തിൽ, ആ പരിപൂർണതയിൽ അസത്തായിട്ടുള്ള ഈ പ്രപഞ്ചം അചൽ പ്രപഞ്ച പാതാരകം ഭവിക്കും. അസത്തായ പ്രപഞ്ചത്തിന്റെ ബാധ മുഴുവൻ ഇല്ലാതായി തീരും. അപ്പക്ഷം, അതാണ് പാതാരം ഭവിക്കും. അപ്പക്ഷം, അപ്പക്ഷം എന്നുള്ളതിനാണ് അപ്പച്ചം എന്ന ആ സ്ഥിതിയിൽ, ആ പക്ഷത്തിൽ പിടിവിടാതെ, അപ്പച്ചം പിടിവിടാതെ, ആ പക്ഷത്തിൽ പിടിവിടാതെ ഉറച്ചു നിന്നുകൊണ്ട്, അപ്പക്ഷം ആ സ്ഥിതിയിൽ ഉറച്ചു നിന്നുകൊണ്ട്, ആ സത്തിന്റെ ബോധ തെളിച്ചത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, അസത്തായ പ്രപഞ്ചത്തിന്റെ ആ ദർശനം നീങ്ങി അവിടെ സത്താകുന്ന അധിഷ്ഠാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നാദാപരയിൽ നടുനിன்ற, നാദാപരനായ ശിവനിൽ നടുനിன்ற, അതിന് തടസ്സമായി നിന്ന നാട്ടർ അഴുവി. നാട്ടർ എന്ന് പറഞ്ഞാൽ ദൃശ്യം. നാട്ടർ അഴുവി, ദൃശ്യമില്ലാതായി. അപ്പൊ ഈ അധിഷ്ഠാനമായ ബ്രഹ്മത്തെ ദർശിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഈ പ്രപഞ്ചം അസത്താണെന്ന് മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കുന്ന ആ സെക്കൻഡിൽ അതിനെ പിടിവിടാതെ അവിടെ ഉറച്ചു നിന്നുകൊണ്ട് അവിടെയാണ് നാദാഭരണമായ ശിവനെ കാണുന്നതിന് തടസ്സമായി നിന്ന നടുനിன்ற നാട്ടർ അഴുവി, ദൃശ്യം ഇല്ലാതായി നശിച്ച്, തീർത്തും നശിച്ച്, ആത്മബോധം കെടുത്ത്, ജീവാത്മബോധം കെട്ട്, ജീവാത്മബോധം നശിച്ച് പുനരുത്ഥിതി, വീണ്ടും വീണ്ടും ജനിക്കുക എന്ന കർമ്മം ഇല്ലാതാക്കിയിരിക്കുന്നത്. പുനരുത്ഥിതി വിട്ടത് എൻ കുലദൈവം, വീണ്ടും വീണ്ടും ജനിക്കുക എന്നുള്ള കർമ്മം അറ്റത് എൻ്റെ ദൈവമാണ് എന്ന് പറയുകയാണ്. വളരെ വളരെ വ്യക്തമായ സാക്ഷാത്കാരത്തിന്റെ ഒരു ദശയെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്, ഒരു രീതിയെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അധിഷ്ഠാനമായ സത്തിൽ, ആ പരിപൂർണതയിൽ അസത്തായ ഈ പ്രപഞ്ചം മുഴുവൻ ഇല്ലാതായി തീരുകയാണ്. ആ അവസ്ഥയിൽ അതുകൊണ്ടാണ് ദിക്കിൻ ഭ്രമൻ വിടുകിലും ചിരമിങ്ങവന്റെ ദൃക്കിന് ദിക്ക് പുനരങ്ങനെ തന്നെ കാണാം. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ആപാദചൂടൻ ചിന്തിച്ച് ചിത്തിലൊടുക്കി ചിത്തായി നിൽക്കണമെന്ന് ഗുരു പറയുകയാണ്. ചിന്തിക്കുന്നതിന്റെ, തുടരെ തുടരെ മനനം ചെയ്യുന്നതിന്റെ ഒരു ഗംഭീരമായ അവസ്ഥയെ ഗുരു നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരാൾ അതിനെ നിരന്തരം ഇങ്ങനെ മനനം ചെയ്തുകൊണ്ടിരിക്കണം. ആ പോയിന്റിൽ നമ്മൾ മാറാതെ നിൽക്കണമെന്ന് പറയണം. അവിടെ അങ്ങനെ ആ പക്ഷത്തിൽ, ആ സ്ഥിതിയിൽ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് നാദാപരനായി നിൽക്കുന്ന ശിവന് നടുനിன்ற, ഇടയിൽ നിന്ന് തടസ്സമായി നിന്ന നാട്ടനഴുവി, ദൃശ്യമില്ലാതെ, നാദാപരയിൽ നടുനിன்ற നാട്ടനഴുവി, നാട്ടൻ അഴുവി, ദൃശ്യമില്ലാതായി
നശിച്ച് തീർത്തും ഇല്ലാതായി. ആത്മബോധം കെടുത്തു പുനരുത്തിതി വിട്ടതൻ. ആത്മബോധത്തെ, ജീവാത്മബോധത്തെ ഇല്ലാതാക്കി പുനരുത്തിതി, വീണ്ടും ജനിക്കുക എന്നുള്ള ദോഷത്തെ ഇല്ലാതാക്കിയവനാണ് എൻ്റെ കുലദൈവമായ ശിവപെരുമാൾ എന്ന് പറയുകയാണ്. ശിവനെ, ശൈവ സാഹിത്യത്തിൽ ശിവനെ ആരാധിക്കുന്നത് കൊണ്ട് വെറുതെ ഇങ്ങ് മുക്തി ലഭിക്കുന്നവരെ അവർ പറയുന്നുണ്ട്. വെറുതെ ശിവനെ ആരാധിച്ചാൽ മാത്രം മതി എന്ന് പറയും. അത്ര ഗംഭീരമായ ഒരു ഭക്തി, ഒരു സാധന ശൈവ സാഹിത്യത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അഹം സാക്ഷീതിയോ വിദ്യാത് വിവിചൈവം പുനഃപുനഃ സ ഏവ മുക്തോസൗ വിദ്യാനിധി വേദാന്ത ഡിണ്ടിമഹ എന്ന് പറയണം. ഭ്രമം കൊണ്ട് തോന്നുന്ന ഈ ദൃശ്യപ്രപഞ്ചം, അഹം സാക്ഷി ഇതി യോ വിദ്യാത്, ഭ്രമം കൊണ്ട് തോന്നുന്ന ഈ പ്രപഞ്ചം വെറും കൽപ്പനാദൃശ്യം മാത്രമാണ്, വെറും തോന്നൽ മാത്രമാണ്. സത്യമായിട്ടുള്ളത് അതിനെ ദർശിക്കുന്നവനായ സാക്ഷിയായ ഞാൻ മാത്രമാണ് എന്നുള്ളത് വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് ചിന്തിക്കാറില്ല. ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഇത് പഠിക്കാൻ വന്നിരിക്കുന്നു. അപ്പൊ അതിൻ്റെ നേട്ടം എന്താണ്? അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇവിടെ അവസാനത്തെ മഠാധിപതിയായിരുന്ന ശങ്കരാനന്ദ സ്വാമിയുടെ കാലത്ത്, സ്വാമിമാരെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരറിവാണ്, ശങ്കരാനന്ദ സ്വാമിയുടെ കാലത്ത് ഒരല്പം മനസ്സിന് കുഴപ്പം പിടിച്ച ഒരു സ്ത്രീയെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരുന്നു എന്നാണ്. ആ കുഴപ്പമൊക്കെ മാറാൻ വേണ്ടിയിട്ട്, ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇവിടെ വന്ന് താമസിക്കുമ്പോൾ അവർക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഒരു 3-4 മാസം കഴിയുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രശ്നം ആരംഭിക്കുന്നുണ്ട് വീണ്ടും. അപ്പോൾ വീണ്ടും ശിവഗിരിയിൽ കൊണ്ടുവരും. ശിവഗിരി കൊണ്ടുവരുമ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആരോ ചോദിച്ച്, ശങ്കരാനന്ദ സ്വാമികളോട് ചോദിച്ചിട്ട്, എന്താണ് അങ്ങനെ ശിവഗിരിയിൽ നിൽക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രശ്നമുണ്ടല്ലോ എന്ന്. അപ്പോൾ ശങ്കരാനന്ദ സ്വാമി പറഞ്ഞു, ഇവിടെ നിൽക്കുമ്പോൾ കൂട്ടത്തിലായതുകൊണ്ട് അറിയാത്തതാണെന്ന്. എല്ലാവർക്കും കിറുക്കാണെന്നാണ് ശങ്കരാനന്ദ സ്വാമി പറഞ്ഞത്. അപ്പൊ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എല്ലാം മുക്തരാന്ന് വിചാരിക്കണ്ട. ഇവിടെ നിൽക്കുന്നതുകൊണ്ട്, ഞങ്ങളുടെയൊക്കെ ഒപ്പം നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകില്ല, പുറത്ത് ചെല്ലുമ്പോൾ വീണ്ടും പ്രശ്നം. അതുകൊണ്ട് വലിയ ശ്രദ്ധ കാണിച്ചതിൻ്റെ എസൻസ് നഷ്ടപ്പെടുത്താതിരിക്കരുത്. നിങ്ങൾ നേടിക്കൊണ്ട് പോകേണ്ടത് ഇതെല്ലാം ദൃശ്യമാണ്, ഇല്ലാത്താണ്, മായയാണ് എന്നുള്ള വിചാരം ഉറയ്ക്കണം. അങ്ങനെ ഉറച്ച നിങ്ങൾ എന്നുള്ള ചോദ്യം അരുത്. നമ്മൾക്ക് ചോദിക്കും, നമ്മളെല്ലാം തികഞ്ഞവർ തന്നെയാണ് എന്ന് വിചാരിക്കേണ്ട. അല്ല എന്നുള്ളത് നിങ്ങൾക്ക് നമുക്കൊക്കെ പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് അത് നിൽക്കട്ടെ. പക്ഷെ പഠിക്കുക എന്നുള്ളത് അവനവന്റെ കർത്തവ്യമാണ്. ഇവിടെ നിൽക്കുന്ന സായിമാരായാലും നിങ്ങളായാലും പഠിച്ചാൽ ബോധം ഉണ്ടായാൽ അവനവന് കൊള്ളാം, ബോധം ഇല്ലാതെ ജീവിച്ചാൽ അവന് തന്നെ കുഴപ്പം. ബോധത്തോട് ജീവിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. ജീവിതമാണ് പരമപ്രധാനം, ബോധമാണ് അതിനേക്കാൾ പരമപ്രധാനം. അപ്പൊ ബോധത്തോടിരിക്കുക, അതാണ് ഇതിന്റെ പരമപ്രധാനമായിട്ടുള്ള പ്രയോജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാനറ്റു മണ്ണരു പരുപ്പറ്റു വനന്തി ചിക്കുറ്റമറ്റു കാനറ്റു കാലചക്കിര പ്രപഞ്ചമറ്റു കതിരൊളിവായി. വാനറ്റു മണ്ണരു പരുപ്പറ്റു വനന്തി ചിക്കുറ്റമറ്റു കാനറ്റു കാലചക്കിര പിരമമറ്റു കാലചക്കിര പിരമമറ്റു കതിരൊളിവായി. ജ്ഞാന കൽക്കരിയറ്റു ഞാതിർക്കുരു മൂലമറ്റു മാനങ്ങളറ്റു മകാമൗനമൻ കൺമണി ദൈവമേ. നല്ല രസമുണ്ടല്ലേ? രസമൊക്കെ കുറച്ചുകൂടെ കഴിയാം, 1 മണിയാവും സ്വാമി എന്നായിരിക്കും മനസ്സിൽ വിചാരിക്കും. ലഡു പൊട്ടിയിരിക്കുകയാണ്, അവിടെ പോയി കഴിച്ചിട്ട് വരാം, ഇവിടെ ഇരുന്ന് ഇറങ്ങാം. എന്തായാലും നമ്മൾ ഇപ്പം ഇത്രയും പേര് ഈ അസംഗാൻ സ്വാമിയെ കുറച്ചുകൂടെയൊക്കെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്രയും ആള് കൂടുന്ന ഒരു സദസ്സ്. ഞാനിപ്പോൾ ഈ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ സ്വാമിയോട് പറഞ്ഞു, നമ്മളുടെ ഈ ക്ലാസ്സിൻ്റെ ഒരു ഘടനയുണ്ട്. ആ ഘടനയിൽ വെള്ളം ചേർക്കാൻ പാടില്ല, അത് കൃത്യമായിരിക്കണം, ടൈമും വേണം. പഠിതാക്കളായിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും അതിൻ്റെ പ്രയോജനം ഉണ്ടാവും. അത് സിസ്റ്റമാറ്റിക് ആകണം. കൂടുതൽ അതിനകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുക്കുന്നത് ജ്ഞാനം തന്നെയാണ്, അത് ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം എന്നുള്ള അതിനൊരു പെർഫെക്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മളുടെ ഈ ക്ലാസ്സിനൊക്കെ തന്നെ ഒരു എനർജി ഉണ്ട്. ആ എനർജി എന്ന് പറയുന്നത് നമ്മളിതിനെ മനസ്സിലാക്കൽ എന്നുള്ളതാണ്. ഗുരുദേവൻ്റെ ഈ
ചില കൃതികൾക്ക് ഇപ്പം ശാരദാൻ സ്വാമി എടുത്ത നവമഞ്ചരി അതൊക്കെ ചൊല്ലുമ്പോൾ ജന്നി നവമഞ്ചരിയൊക്കെ ചൊല്ലുമ്പോൾ ഒരു എനർജി നമുക്കുണ്ടാവുന്നു. ഈ തമിഴ് കൃതിക്ക് തമിഴ് അറിഞ്ഞുകൊണ്ട് ചൊല്ലുമ്പോൾ അതിനൊരു എനർജി നമുക്കുണ്ട്. ഇതിൻ്റെ ആശയം, ഇതിൻ്റെ ഒരു അർത്ഥം കൂടെ ഗ്രഹിച്ചുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിൽ അതിനേക്കാൾ രുചികരമാവുക തന്നെ ചെയ്യും. വാനറ്റ്, മണ്ണരിപ്പരിപ്പറ്റ്. വാനം എന്താണ്? വാനം അതില്ല. ഇപ്പൊ ക്യാമ്പിൽ ഗീത അറിയാമോ എന്ന് ചോദിച്ച പോലെ ഇരിക്കുന്നല്ല. അതെങ്ങനെ സ്വാമി അറിഞ്ഞെന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? ഇല്ലേ? വാനറ്റ് ആകാശം അല്ലേ? മണ്ണരിപ്പരിപ്പറ്റ് മണ്ണ്, എരിപ്പ്, നെരിപ്പ്. നെരിപ്പ് എരിപ്പ് രണ്ട് പദമുണ്ട്. നെരിപ്പ്, നെരിപ്പട. തമിഴ് ചില സിനിമയൊക്കെ ആരംഭിക്കുമ്പോൾ നെരിപ്പട എന്നും പറയാം. എന്താ വെച്ചാൽ അഗ്നിയാണെന്നാണ്, ഇല്ലേ? എരിപ്പ് എന്ന് പറഞ്ഞാൽ ദുഃഖം. നെരിപ്പ് എരിപ്പ് രണ്ട് പദം അവിടെ വരുന്നുണ്ട്. മണ്ണെരിപ്പെരുപ്പറ്റു എന്നാണ്. ആകാശവും അഗ്നിയും ദുഃഖവും അറ്റ് ഇല്ലാതായി. ഈ പഞ്ചഭൂതങ്ങളൊക്കെ ബോധോദയത്തോടുകൂടി ഇല്ലാതായി പോകുന്നതിനെ കുറിച്ചുള്ള ഒരു സൂചനയാണ് അവിടെ പറയുന്നത്. വാനറ്റ്, മണ്ണെരിപ്പ്, പരിപ്പ്, എരിപ്പ്, നെരിപ്പ് എരിപ്പ്, മണ്ണെരിപ്പെരുപ്പറ്റു. അങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടത്. മണ്ണെരിപ്പെരുപ്പറ്റു. വനന്തി ചിക്കുറ്റമറ്റു. വനം അതാണ് വനന്തി. ചിക്കുറ്റമറ്റ് വനം അല്ലെങ്കിൽ കാട്. ചിക്കു, ചിക്കു അല്ല ദിക്കെന്നാണ് ഉച്ചരിക്കുന്നത്. അങ്ങനെയാണ് വനന്തി ചിക്ക്. ദിക്കുറ്റമറ്റ്, കുറ്റം, പാപം. വനവും ദിക്കും കാടും ദിക്കും കുറ്റവും അറ്റ് എന്നുള്ളതിനാണ് വനന്തി ചിക്കുറ്റമറ്റ് എന്ന് പറയുന്നത്. പാപവും ദിക്കും പാപവും ഒക്കെ, ഈ കുറ്റം എന്നുള്ളതിന് പാപം ഒക്കെ ഇല്ലാതായി. കാനറ്റ്, കാലചക്കിര പ്രപഞ്ചമറ്റു. കാനറ്റു, കാനം, കാനറ്റു കർമ്മവാസന ഇല്ലാതായി. കാലചക്കിര ഭ്രമമറ്റു. കാലചക്രം എന്ന ഭ്രമമില്ലാതായി. കാലചക്ര ഭ്രമം, കാലമുണ്ട് എന്നുള്ള ആ ഭ്രമം ഇല്ലാതായി. സത്യത്തിൽ കാലമില്ലല്ലോ. കാരണം കാലനെ ഹനിച്ചവനാണ് ശിവൻ. ശിവൻ മാത്രമേ ഉള്ളൂ. കാലാന്തകനാണല്ലോ. അപ്പൊ അതുകൊണ്ട് കാലമില്ല. അങ്ങനെ കാലചക്ര ഭ്രമമറ്റു. കതിരൊളിയായി. കതിർ ജ്ഞാനം, ജ്ഞാനമാകുന്ന അഗ്നിസ്വരൂപമായി. അതിനാണ് കതിരൊളിവായി, ജ്ഞാനസ്വരൂപമായി. ജ്ഞാനൽ കൽക്കരിയറ്റു. ജ്ഞാന അഗ്നിയിലെ പുകയും കരിയും ഒക്കെ ഇല്ലാതായി. തനി തങ്കമായി. ജ്ഞാനൽ കൽക്കരിയറ്റ്. ജ്ഞാതിർക്കുരു മൂലമറ്റു. ജ്ഞാതിർ ജ്ഞാനികളായിട്ടുള്ള ആ ഗുരു പരമ്പരയും ജ്ഞാനികൾ, ജ്ഞാതിർ ജ്ഞാനികളും ഗുരു ഗുരുവും മൂലമറ്റു. ഗുരു മൂലം, ആ അജ്ഞാനത്തിന്റെ വേരാകുന്ന മൂലം എന്ന് പറയുന്ന അജ്ഞാനവും ഗുരു എന്നുള്ള ബന്ധവും ജ്ഞാനികൾ എന്നുള്ള ബന്ധവും എല്ലാം ഇല്ലാതായി. ഒരു തരത്തിലുള്ള അറ്റാച്ച്മെന്റ് ഇല്ല. ഒരു ബന്ധവും ഒട്ടും അവശേഷിപ്പിച്ചിട്ടില്ല. തനി ജ്ഞാനസ്വരൂപ അഗ്നിസ്വരൂപമായി. ജ്ഞാനി ജ്ഞാതിർ കുരുമൂലമറ്റു. മാനങ്ങളറ്റ്, എല്ലാ അഹംഭാവനകളും മാനങ്ങളും അറ്റ്. മഹാമൗനമൻ, മഹത്തായ മൗനം. എൻ കൺമണി ദൈവമേ, നീ മഹാമൗനമാണ് എൻ്റെ കൺകണ്ട ദൈവമേ എന്ന് പറയുകയാണ്. ഇത് ഈ ചില തമിഴ് കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ പൂതങ്കളറ്റ് പൊറിയറ്റു ചാരൈ ഐമ്പുലങ്ങളറ്റ് പോതം കുണമറ്റു പേരാചൈ താനറ്റ് പിൻ ഊനറ്റു കാതം കരണങ്ങളറ്റു ആനന്ദക്കാട് അറ്റ് ഏതം കളയിന്തിരിപ്പേൻ ഇരൈവ കച്ചി എലുമ്പനെ. കച്ചി ഏകമ്പുനെ. കച്ചി ഏകമ്പനെ എന്ന് വെച്ചാൽ കാഞ്ചി ഏകാംബരനാഥ എന്നാണ്. കച്ചി ഏകമ്പനെ, കാഞ്ചിയിലെ ഏകാംബരനാഥ എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചി ഏകാംബരനാഥനെ സ്തുതിച്ചുകൊണ്ടുള്ള
ഒരു കീർത്തനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. എല്ലാ ബന്ധങ്ങളും അറ്റുപോക, ഇല്ലാതായി പോവുക. ഇപ്പൊ ആലുവയിലാണ് ഗുരു വിശ്രമിക്കുമ്പോൾ പോക്കറ്റിലൊരു ഭഗവത്ഗീതയുടെ ഒരു കൊച്ചു പുസ്തകം ഇട്ടുകൊണ്ട് ഗുരുവിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് നിൽക്കുന്ന ആളോട് ഗുരു ചോദിച്ചു പോലും അതെന്താണ് എന്ന് ചോദിച്ചു. പോക്കറ്റ് ഇട്ടിരിക്കണം. അപ്പം അയാൾ പറഞ്ഞത് പോക്കറ്റ് ഗീതയാണ് എന്ന് പറഞ്ഞു, ചെറിയ പോക്കറ്റിൽ സൂക്ഷിക്കുന്ന ഗീത. അപ്പൊ ഗുരു പറഞ്ഞത് വായിക്കരുത്, പോക്കറ്റ് പോകുമെന്ന് പറഞ്ഞു. മനസ്സിലായോ? പോക്ക് അറ്റുപോകും, ജനന മരണങ്ങളുടെ പോക്ക് അറ്റുപോകുന്നത് വായിച്ചാൽ. ഭഗവത്ഗീത ചില സായിമാർ ഉൾപ്പെടെ പറയും ഗുരുദേവന് ഇതൊന്നും വായിക്കരുത്, ഭഗവത്ഗീതയൊക്കെ വായിക്കുന്നതാണ്. ഭഗവത്ഗീത വിരോധികളുണ്ട് പലരും. അതല്ല, ഇവിടെ പോക്കറ്റ് പോകുന്നതാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ ജനന മരണങ്ങളുടെ പോക്ക് അറ്റുപോകുന്നത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള പറ്റുകൾ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ്, പറ്റற்ற വാഴ്ക്കൈ എന്നാണ്. എല്ലാ തരത്തിലുള്ള പറ്റുകളും അറ്റ വാഴ്ക്കൈ, ഇല്ലാതായിട്ടുള്ള വാഴ്ക്കൈ, ലൈഫ്, ജീവിതമാണ് ശരിയായ ജീവിതം എന്ന നിലയിൽ ഗുരു നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വാനറ്റ് മണ്ണരു പരിപ്പറ്റ് മനന്തിച്ചി കുറ്റമറ്റു കാനറ്റു കാലചക്കിര പ്രഭമറ്റു കതിരൊളിവായി ജ്ഞാന കൽക്കരിയറ്റു ഞാതിർ കുരുമൂലമറ്റു മാനങ്ങളറ്റു മഹാമൗനമൻ കൺമണി ദൈവമേ. ഇതെല്ലാം ഇല്ലാതാക്കിയ മഹാമൗനമൻ കൺമണി ദൈവമേ. അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ മഹത്തായ മൗനത്തിൽ നാം ആഴ്ന്നിരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഉള്ളം മഹാമൗനമാക്കി വെക്കാൻ ഇടവരട്ടെ. ഉള്ളത്തിൽ ആ നടരാജൻ നൃത്തമാടട്ടെ. അങ്ങനെ ഉള്ളത്തിൽ ശ്മശാനത്തിൽ തരിശായി കിടക്കുന്ന ആ ശ്മശാന ഭൂമിയിൽ ശിവൻ വസിക്കട്ടെ. അവിടെ സർവദാ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. ജ്ഞാനത്തിൻ്റെ സ്വരൂപികളായി മാറാൻ നിങ്ങൾക്കിടവരട്ടെ. ഈ ധർമ്മമീമാംസ പരിഷത്തിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ആത്മാവിലേക്ക് അടുക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി തരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇത്രയും നേരം ക്ഷമയോടും അല്ലാതെ ഒക്കെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രണാമം.